അടുപ്പിനും അലക്കുകല്ലിനും ഇടയിലുള്ള ദൂരത്തിനിടയിൽ തളയ്ക്കപ്പെട്ടു പോയൊരു പടുശ്വാസമായിരുന്നു കാവമൂത്തമ്മ. ചൂടുള്ള പാത്രങ്ങൾ കൂട്ടിപ്പിടിക്കുന്ന കൈലത്തുണിയുണ്ടല്ലോ, അതിനോടൊപ്പമാണ് കാവമൂത്തമ്മ ഏറ്റവും കൂടുതൽ ഇടപഴകിയിട്ടുണ്ടാവുക. ഒരു കുഞ്ഞുടുപ്പെന്ന പോലെയാണ് അവർ അതിനെ മടക്കി വയ്ക്കുക. തനിച്ചാകുമ്പോൾ കൈലത്തുണിയെ അവർ ലാളിക്കുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകും. യാദൃച്ഛികമാണോ നിയോഗമാണോ എന്നറിയില്ല, ഒരിക്കൽ കൈലത്തുണിയായി എത്തിയത് ഒരു കുഞ്ഞുടുപ്പ് തന്നെയായിരുന്നു. കരി പുരളാതെ തീ പിടിക്കാതെ അതീവ ശ്രദ്ധയോടെയായിരുന്നു കാവമൂത്തമ്മ ആ കുഞ്ഞുടുപ്പിന് ഉപയോഗിച്ചത്. അടുക്കളയുടെ പാതുകപ്പുറത്ത് അതിനെ വിരിച്ചിട്ട് അതിൻ്റെ ഉടലിലൂടെ വിരലുകൾ ഇങ്ങനെ തലോടും. വാസനാ സോപ്പിൻ്റെ പതയെടുത്ത് അലക്കുകല്ലിൽ നിവർത്തിയിട്ട് അദൃശ്യമായൊരു കുഞ്ഞിനെ കുളിപ്പിച്ചെടുക്കുന്നത് പോലെ അതിനെ കഴുകിയെടുക്കും. കാവമൂത്തമ്മ കല്യാണം കഴിച്ചിരുന്നില്ല. അതുകൊണ്ടാകണം സ്ത്രീ സഹജമായ സകല ജൈവലാവണ്യങ്ങളിലും അവർ ഇങ്ങനെ നനഞ്ഞു നിന്നിരുന്നു. ഒരിക്കൽ വിറകിൽ തട്ടിക്കീറിയ കുഞ്ഞുടുപ്പ് തുന്നിക്കൊണ്ടിരിക്കുമ്പോഴാണ് വീട്ടിലെ തറവാട്ടിലെ കാരണവരായ ഏറ്റവും വലിയ മൂത്തമ്മ അത് വന്ന് കാണുന്നത്. ചെവിക്കല്ല് പൊട്ടുന്ന പോലെയാണ് അന്ന് കാവമൂത്തമ്മയെ അവർ ചീത്ത പറഞ്ഞത്. മാത്രമല്ല, അവർ തുന്നിക്കൊണ്ടിരിക്കുന്ന ആ കുഞ്ഞുടുപ്പ് പിടിച്ചു വാങ്ങി ദൂരെ തൊടിയിലേക്ക് അവർ നീട്ടിയെറിഞ്ഞു. അഴുക്കുവെള്ളം ഒഴുക്കിക്കളയുന്ന ഒരു കുഴിയിൽ ഒരു കുഞ്ഞെന്ന പോലെയാണ് ആ ഉടുപ്പ് കമിഴ്ന്നു വീണത്. നഷ്ടപ്പെട്ടത് കുഞ്ഞാണോ കുഞ്ഞുടുപ്പാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലായിരുന്നു കാവമൂത്തമ്മ അടുക്കളപ്പടിയിലിരുന്ന് അന്ന് തേങ്ങി തേങ്ങി കരഞ്ഞത്. പ്രിയപ്പെട്ടവരെ, മക്കളെന്നുള്ളത് ദൈവത്തിൻ്റെ സമ്മാനമാണ്. അവർ വളരുക എന്നുള്ളത് നമ്മുടെ പരീക്ഷണവും.